ഓണക്കാല ചെലവുകൾക്കായി 3000 കോടി കടമെടുക്കാൻ സർക്കാർ ഒരുങ്ങുക. കേട്ടോ, അറിഞ്ഞോ നിങ്ങളെന്തെങ്കിലും? ദൈവമേ, ഇനി കടം വീട്ടാൻ നമ്മൾ എത്ര കഷ്ടപ്പെടണം ഈ ഒരു കടം വീട്ടാൻ. ഓണാഘോഷമില്ല, ഓണക്കിറ്റ് മഞ്ഞക്കാർഡിന് മാത്രം. എന്നിട്ട് ഈ 3000 കോടി ആർക്ക് ഓണം ആഘോഷിക്കാനാന്ന് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. ആർക്കെണ്ണാ ഈ ഓണം ആഘോഷിക്കേണ്ട ഈ 3000 കോടിയൊക്കെ വെച്ച്? അതിന് പെൻഷൻ കൊടുക്കാൻ അത് കടമെടുക്കേണ്ട വഴിയില്ല, അത് അങ്ങനെ ചെയ്യത്തില്ല. പക്ഷേ ഇനി ഈ സപ്ലൈകോയിലൊക്കെ ഒന്നാതെ സാധനമില്ല. ഈ സബ്സിഡിയിൽ കൊടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സാധനമില്ല. ഈ 3000 കോടി എടുത്തിട്ട് ഓണച്ചന്തയ്ക്കാണോ? എങ്കിലും ഇത് ഇവരുടെ ഖജനാവി പൈസ ഇല്ലേ? വരവ് ചിലവ് കണക്ക്, പൂ വാങ്ങാൻ പോയി, പൂ കിട്ടിയില്ല, 1000 കോടി ചിലവ്. ആ ഒരു അവസ്ഥയായി മാറിക്കൊണ്ടിരിക്കുക. സത്യം പറഞ്ഞാൽ ഇത് ആ ഒരു അവസ്ഥ തന്നെ ആവും. ആ മുല്ലപ്പെരിയാർ പണിയാൻ 1400 കോടി എങ്ങാണ്ട് മതിയെന്ന് പറയുന്നു. ഇപ്പോൾ ഈ 3000 കോടി എടുത്ത് ഓണാഘോഷം ആർക്ക് ഓണാഘോഷിക്കാനാ? മുഹമ്മദ് റിയാസിനും അമ്മായപ്പനും ഓണാഘോഷിക്കാനാണോ ഇത്? അപ്പോൾ ഇത് ഓണമില്ല. വയനാട്ടിൽ ഇത്രയും പ്രശ്നം നടന്നിട്ട് ഓണമില്ലെന്ന് പറഞ്ഞിട്ട് ഇനി എന്തൊരു ആഘോഷിക്കാനാന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ലല്ലോ സത്യം പറഞ്ഞ സർക്കാരെ. എങ്കിലും ഈ 3000 കോടി ഇനിയിപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇനി സദ്യ വിളമ്പാനാണോ? അല്ല, സർക്കാർ ഉദ്യോഗസ്ഥരല്ല, ഈ മന്ത്രിസഭയിലുള്ള മന്ത്രിമാർക്കൊക്കെ ഇനി ഇലയിൽ സദ്യ വിളമ്പാനാണോ? അങ്ങനെയാണെങ്കിൽ ഒരു ഇലയ്ക്ക് എത്ര രൂപ വരും? നിങ്ങൾ തന്നെ പറ. ഇത് വല്ലാത്തൊരു 3000 കോടിയാണ്. ഈ കള്ളന്മാരുടെ കള്ളക്കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ മണ്ടരടേ. എന്തോന്നും അറിയത്തില്ല, നമ്മളെ ഇങ്ങനെ അങ്ങ് പറ്റിക്കുക എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമാട്ടോ. 3000 കോടി എന്ന് പറയുമ്പോൾ 30 രൂപ തികച്ചെടുക്കാൻ നമ്മുടെ ചില ദിവസങ്ങളിൽ കാണത്തില്ല സത്യം പറഞ്ഞു. എന്നിട്ട് ഈ 3000 കോടിയൊക്കെ എങ്ങോട്ട് പോകുന്നത് എന്തിനാണെന്ന് ഒരു പിടുത്തവും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ഒരു നവകേരള ബസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇവിടെ കട്ടപ്പുറത്ത്, ദൂർത്ത് വണ്ടി കട്ടപ്പുറത്ത് ഒരു അണ്ടിപ്പരിപ്പും പാലും മുന്തിരിയൊക്കെ ചവച്ച് ചവണിക്കൊണ്ട് ജനങ്ങളെ പൊട്ടരാക്കി പോയ വണ്ടി എന്തി? ഇനി 3000 കോടി ഇത് നമ്മളെ മൂടോട്ടെ. അതാണ് സത്യാവസ്ഥ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3000 കോടി കടമെടുത്തിട്ട് എന്തോ ചെയ്യാൻ? ഒരു ഓണാഘോഷമില്ല, വയനാട്ടിൽ ഒരു ദുരന്തം പറ്റി ഓണാഘോഷം ഇല്ല എന്ന് പറയുന്നു. എന്നിട്ട് എന്തുകൊണ്ടാണ് 3000 കോടി കടമെടുക്കുന്നത്? എന്ത് ആവശ്യത്തിനാണ് 3000 കോടി കടമെടുക്കുന്നത്? എന്തിനാണ് 3000 കോടി കടമെടുക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് 3000 കോടി കടമെടുക്കുന്നത്? ആർക്ക് ഓണം ആഘോഷിക്കാനാ പിണറായി വിജയ ഈ 3000 കോടിയുടെ ആവശ്യം? നിങ്ങളൊന്ന് പറഞ്ഞു തരാമോ? സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ ഉയർക്കും. ഇനിയിപ്പം ജനങ്ങൾ, പാവപ്പെട്ട ജനങ്ങൾ എത്രമാത്രം കഷ്ടപ്പെടണം? ആ ഒരു 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 കടം തീർക്കാൻ എത്രമാത്രം കഷ്ടപ്പെടണം? നിങ്ങൾക്ക് ഈ കടമേ ഉള്ളോ? ഈ ദുരിതാശ്വാസത്തിൽ എത്ര രൂപ പിരിച്ച് ആ പൈസ എടുത്ത് ചിലവാക്കണമെന്നല്ല. പഴയ ദുരിതാശ്വാസത്തിന് 200 എത്ര കോടി ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് ആക്കി ഇടേക്കൂലി. അപ്പോൾ എവിടെയൊക്കെ ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് നിങ്ങളുടെ ഖജനാവി, നിങ്ങളുടെ സ്വന്തം ഖജനാവിയുടെ ഒക്കെ കാണുമല്ലോ ഇതിലും വലിയ കോടി. എന്തിനാ ഞങ്ങളെ ഇങ്ങനെ പൊട്ടരാക്കുന്നത്? അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ പൊട്ടരാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ക്ഷമിക്കാനുള്ള ഒരു കരുത്തിനില്ല. ഇനി ദയവ് ചെയ്ത് ഞങ്ങളെ പൊട്ടരാക്കരുത്. നമിച്ച് പിണറായി വിജയ, നമിച്ച്. കള്ളൻ കപ്പലിൽ തന്നെ.